ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെ അന്തരംഗം കാണും ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെ അന്തരംഗം കാണും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പലവിധ വിശ്വാസ ആചാരങ്ങളും വൈരുദ്ധ്യവും നിറഞ്ഞ ഒരു മതബഹുല സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. എല്ലാ മതവും അവരുടേതായ ദൈവത്തിൽ വിശ്വസിക്കുന്നു. തങ്ങളുടെ ദൈവമാണ് ദൈവം എന്ന് അവർ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഓരോ മതവും അവരുടെ ദൈവവും മറ്റു മതങ്ങളെ ശത്രുവായി കാണുന്നു. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന പല തീവ്രവാദ സംഘടനകളും ഉടലെടുത്തിരിക്കുന്നത്. എൻ്റെ ദൈവം എൻ്റേത് മാത്രം എന്ന ചിന്തയെ വേദപുസ്തകം ഖണ്ഡിക്കുന്നു. ഇസ്രായേൽ സമൂഹത്തെ ദൈവജനം പീപ്പിൾ ഓഫ് ഗോഡ് എന്ന് പൊതുവെ വിശേഷിപ്പിച്ചിരുന്നു. ഈ വിശേഷണം ദൈവം അവർക്ക് കനിഞ്ഞു നൽകിയ പദവിയായിരുന്നു. എന്നാൽ ഈ പദവി അവരെ തങ്ങൾ മാത്രമാണ് ദൈവത്തിൻ്റെ ജനം എന്ന വിശ്വാസത്തിൽ എത്തിച്ചു. ഈ ധാരണയെ തിരുത്തിക്കൊണ്ട് ആമോസ് പ്രവാചകൻ പറയുന്നത്, ഇസ്രായേൽ മക്കളെ, നിങ്ങളെനിക്ക് കുശരെ പോലെയാണ്. ഞാൻ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു, ഞാൻ ഫെലിസ്ത്യരെ കപ്തോരിൽ നിന്ന് കൊണ്ടുവന്നു, ഞാൻ അരാമ്യരെ കീരിൽ നിന്നും കൊണ്ടുവന്നു. ആമോസ് 9:7. കുശ്യർ അഥവാ എത്യോപ്യരെ ഹാമിൻ്റെ പിന്തുടർച്ചക്കാരായിട്ടാണ് കരുതിയിരുന്നത്. കറുത്ത വർണ്ണമുള്ള അവരുടെ നിറം അവരിലെ തിന്മ സ്വഭാവമായിട്ടും അധികൃതാവസ്ഥയായിട്ടും കരുതിയിരുന്നു. ഇരിമിയാവ് 13:23. എന്നാൽ ദൈവം കുശ്യർക്ക് ദൈവജനത്തിന് തുല്യമായ സ്ഥാനം നൽകിക്കൊണ്ട് പറയുന്നത്, ഇസ്രായേല്, നിങ്ങളെനിക്ക് കുശ്യരെ പോലെയാണ്. നിങ്ങളെപ്പോലെ തന്നെ അവരും ദൈവജനമാണ്. അതുപോലെ ഫെലിസ്ത്യരും അരാമ്യരും എല്ലാം ദൈവത്തിൻ്റെ ജനമാണ്. അതായത് ഇസ്രായേലും കൂശ്യരും ഫെലിസ്ത്യരും അരാമ്യരും എല്ലാം ദൈവത്തിൻ്റെ ജനമാണ്. ഞാൻ അവരുടെ എല്ലാം ദൈവമാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, നാം വിശ്വസിക്കുന്ന ദൈവം നമ്മുടെ മാത്രം ദൈവമല്ല, സകലരുടെയും ദൈവമാണ്. കർത്താവിൻ്റെ ജനനസമയത്ത് ദൈവദൂതന്മാർ പാടിയത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമെന്ന ലൂക്കോസ് 2:10. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സകലരെയും വിമോചിപ്പിക്കുന്ന, സകലർക്കും സന്തോഷം നൽകുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഈ ഉൾക്കാഴ്ചയാണ് വിശ്വാസ സമൂഹത്തിന് വേണ്ടത്. യോഹന്നാൻ 10:16 കർത്താവ് പറയുന്നു, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെ ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനുമാകും. അതെ, നാം മാത്രമല്ല കർത്താവിൻ്റെ ആട്ടിൻകൂട്ടത്തിലുള്ളത്. അപ്പോസ്തലപ്രവൃത്തി 2-ാം 5 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ, ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്നു പാർത്ത ഭക്തിയുള്ള പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഭർത്തരും മേദ്യരും എലാമ്യരും റോമിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരും ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാം. യുഗാന്ത്യ ദർശനത്തിൽ യോഹന്നാൻ കാണുന്നത് സകല ജാതികളിലും വംശങ്ങളിലും ഗോത്രങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണി തീർപ്പാൻ വഹിയാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കുഞ്ഞാടിന് മുന്നിൽ നിൽക്കുന്നതാണ്. വെളിപ്പാട് 7:9. ദൈവം സ്വന്തം ജനമെന്ന് പറയുന്ന ഇസ്രായേലിനോട് മാത്രമല്ല, വിജാതീയരോടും ദൈവം സംസാരിക്കുകയും അവരെ തൻ്റെ പദ്ധതി നടപ്പിലാക്കുവാൻ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഈജിപ്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ക്ഷാമത്തെക്കുറിച്ച് ദൈവം ഒരു സ്വപ്നത്തിൽ കൂടി ഫറവോന് വെളിപ്പെടുത്തി. ഉൽപ്പത്തി 4-ാം. അന്ത്യകാല സംഭവത്തെക്കുറിച്ചും മശിഹയുടെ വരവിനെക്കുറിച്ചും ദൈവം ഒരു സ്വപ്നത്തിൽ കൂടി വിഗ്രഹ ആരാധകനായ നെബൂഖദ്നേസർ രാജാവിന് വെളിപ്പെടുത്തി. ദാനിയേൽ 2-ാം. വിജാതീയരായ നിനവേക്കാർ നശിച്ചു പോകാതിരിപ്പാൻ അവിടേക്ക് യോനയെ അയച്ച് ദൈവവചനം പ്രസംഗിപ്പിച്ചതായി യോനയുടെ പുസ്തകത്തിൽ വായിക്കുന്നു. പാർസി രാജാവായ കോരശിനെ ദൈവം ഉണർത്തിയതിൻ്റെ പരിണിത ഫലമായിരുന്നു യെരൂശലേം ദേവാലയത്തിൻ്റെ പുനർനിർമ്മിതി. എസ്രാ 1-ാം അധ്യായം.
അനുജാതിക്കാരനായ കോരശിനെ കുറിച്ച് ദൈവം പറയുന്നത്, കോരശന്റെ ഇടയൻ യെശയ്യാവ് 44:28, കോരശന്റെ അഭിഷക്തൻ യെശയ്യാവ് 45:1. എല്ലാവരുടെയും ദൈവവും എല്ലാവരും ദൈവത്തിൻ്റെ ജനവുമായിരുന്നിട്ടും വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നാം ചെയ്യുന്നത് എന്താണ്? എൻ്റെ ആരാധനയിൽ കൂടി വരുന്നവൻ മാത്രമാണ് എൻ്റെ സഹോദരൻ. എൻ്റെ സഭയിൽ ഉൾപ്പെട്ടവരെ മാത്രമേ ഞാൻ സ്നേഹിക്കുള്ളൂ. എൻ്റെ സഭയിൽ ഉൾപ്പെട്ടവരെ മാത്രമേ ഞാൻ സഹായിക്കുള്ളൂ. ഇങ്ങനെയൊക്കെയല്ലേ നാം ഇന്ന് ചിന്തിക്കുന്നത്? അങ്ങനെയല്ലേ നാം പ്രവർത്തിക്കുന്നത്? ക്രിസ്ത്യാനികൾ മാത്രമുള്ള ഒരു ലോകത്തെക്കുറിച്ച് വേദപുസ്തകം സംസാരിക്കുന്നില്ല. ക്രിസ്തേതരുടെ മധ്യയുള്ള ക്രിസ്ത്യാനിയുടെ നല്ല സാക്ഷ്യമാണ് വേദപുസ്തകം നൽകുന്ന ചിന്ത. യഹൂദിനെയും ജാതികളെയും തമ്മിൽ പരിച്ഛേദന എന്ന പ്രവൃത്തിയിൽ കൂടി വേർതിരിച്ചിരുന്നു. ഈ കർമാനുഷ്ഠാനത്തിൽ കൂടി തങ്ങളാണ് ദൈവജനമെന്ന് യഹൂദൻ അവകാശപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ പൗലോസ് പറയുന്നത്, പുറമേയുള്ള പരിച്ഛേദന കൊണ്ട് ദൈവജനമാകില്ല, അതിനാത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന ഏൽക്കണം. റോമർ 2:28-29 വാക്യങ്ങൾ ഓർക്കുക. പുറമേയുള്ള ക്രിസ്ത്യാനിയല്ല ക്രിസ്ത്യാനി, അകമേ ക്രിസ്ത്യാനിയായവനാണ് ക്രിസ്ത്യാനി. അകമേ ക്രിസ്ത്യാനിയായി വർഗവർണ്ണ വ്യത്യാസം കൂടാതെ എല്ലാവരെയും സഹോദരന്മാരായി സ്നേഹിപ്പാൻ നമുക്ക് കഴിയണം. കർത്താവേ, എല്ലാ വിശ്വാസത്തിലുമുള്ളവരെ സഹോദരീ സഹോദരന്മാരായി കാണുവാൻ ഉൾക്കാഴ്ച എനിക്കും തരണമേ. ആമേൻ. അവനവൻ വിതറുന്ന വിത്തിൻ പ്രതിഫലം അവനായളന്നീടും ദൈവം. അവനവൻ വിതറുന്ന വിത്തിൻ പ്രതിഫലം അവനായളന്നീടും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം. ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം,